എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ഇന്ന് ആരംഭിക്കുന്നു. ഈ 3-ാമത്തെ അധ്യായത്തില് നിമി മഹാരാജാവ് മായയുടെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുകയാണ് നവയോഗികളോട്. 3-ാമത്തെ ചോദ്യം. അതിന് അന്തരീക്ഷൻ എന്ന യോഗിയാണ് മറുപടി പറയുന്നത്. മായയെ നേരിട്ട് കാണാൻ പറ്റില്ല, പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കാം. ഉണ്ടാവുക, നിലകൊള്ളുക, നശിക്കുക എന്നീ പ്രവൃത്തികള് മായയുടേതാണ്. അതൊക്കെ മായികങ്ങളുമാണ്. ഉൽപ്പത്തി സ്ഥിതി നാശങ്ങളില്ലാതെ ശോഭിക്കുന്ന വസ്തു ആത്മാവ് മാത്രമാണ്. ഉൽപ്പത്തി സ്ഥിതി നാശങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഈശ്വരന്റെ ശക്തിയാണ് മായ. അപ്പൊ രാജാവ് വീണ്ടും ചോദിക്കുന്നു, 4-ാമത്തെ ചോദ്യം. ഭഗവാന്റെ മായയെ സാധാരണക്കാർക്ക് കൂടി എങ്ങനെ ജയിക്കാൻ സാധിക്കും? അതിന് പ്രബുദ്ധൻ എന്ന യോഗിയാണ് മറുപടി പറയുന്നത്. ദേഹഗേഹാദികള് ദുഃഖപ്രദങ്ങളാണെന്നും സ്വർഗാദി സുഖങ്ങൾ നശ്വരങ്ങളാണെന്നും മനസ്സിലാക്കി പ്രപഞ്ചനാഥനായ ഭഗവാനെ നിരന്തരം ഭജനം ചെയ്ത് സാധ്യഭക്തി ഉണ്ടായാൽ പിന്നെ ഭഗവാന്റെ മായ ബാധിക്കില്ല. യജമാനൻ വളർത്തുന്ന പട്ടി സ്വന്തം ആൾക്കാരെ കടിക്കില്ലല്ലോ, അതുപോലെ ഭഗവാന്റെ ആൾക്കാരെ മായ ബാധിക്കില്ല. അപ്പൊ രാജാവ് വീണ്ടും 5-ാമത്തെ ചോദ്യം ചോദിക്കുന്നു. മായാനാഥനായ ഭഗവാൻ എവിടെ ഇരിക്കുന്നു? അതിന് വിപ്പലായന് എന്ന യോഗിയാണ് മറുപടി പറയുന്നത്. വെറും ജഡമായ ഈ ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തി യാതൊരു വസ്തുവിൽ നിന്നാണോ സിദ്ധിക്കുന്നത്? യാതൊരു വസ്തു ഈ ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയാൽ ദേഹം വെറും ജഡമായി ഭവിക്കുന്നുവോ, ആ വസ്തുവാണ് ഈശ്വരൻ. സർവചരാചരങ്ങളിലും ആ ശ്രീനാരായണൻ വസിക്കുന്നു. അപ്പൊ നിമി മഹാരാജാവ് ചോദിച്ചു, 6-ാമത്തെ ചോദ്യം. അന്ധക്കരണ ശുദ്ധിയെ വേഗത്തിൽ തരുന്ന ആ കർമ്മയോഗത്തെ ഒന്ന് ഉപദേശിച്ചു തന്നാലും. അപ്പൊ ആവിർഹോത്രൻ എന്ന യോഗിയാണ് അതിന് മറുപടി പറഞ്ഞത്. കർമ്മങ്ങളെ ത്യജിക്കുകയാണ് വേണ്ടത്. ഇതിന് കർമ്മം ചെയ്യുക തന്നെ വേണം. ദീനം മാറി മരുന്നിന്റെ ആവശ്യം തന്നെ ഇല്ലാതെയാകുവാൻ മരുന്ന് കഴിക്കൂലോ വീണ്ടും, അതുപോലെ തന്നെ ഈശ്വരങ്ങൾ അർപ്പിച്ച് കർമ്മം ചെയ്യണം. അത് കർമ്മയോഗമായി. വേദത്തിന്റെ താല്പര്യം മനസ്സിലാക്കാതെ കർമ്മഠന്മാര് ഫലശ്രുതിയിൽ വിശ്വസിക്കുന്നു. സ്വർഗാദി സുഖങ്ങൾ മോഹിച്ചിട്ടാണ് അവര് കർമ്മങ്ങൾ ചെയ്യണത്. അപ്പൊ സ്വർഗാദി സുഖങ്ങള് കർമ്മത്തിന്റെ ഫലമല്ല. മനഃശുദ്ധി വന്ന് ഭക്തി ഉണ്ടാവലാണ് കർമ്മത്തിന്റെ ഫലം. വേഗത്തിൽ മനഃശുദ്ധിയെ മോഹിക്കുന്നവര് പൂജാവിധിയാകുന്ന കർമ്മയോഗത്തെ അനുഷ്ഠിക്കേണ്ടതാണ്. ഭക്തിജ്ഞാന കർമ്മങ്ങൾ 3ഉം പൂജാവിധിയിൽ ഉൾപ്പെടുന്നു. ശക്തിക്ക് അനുസരിച്ച് ഭഗവാനെ പൂജിച്ചാൽ വേഗത്തിൽ ഭക്തി സിദ്ധിച്ച് മോക്ഷത്തിന് അധികാരിയായി ഭവിക്കും. ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറഞ്ഞത്. അഥ ശ്രീമദ്ഭാഗവത ഏകാദശ സ്കന്ധ 3-യോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ രാജോവാച. പരസ്യ വിഷ്ണോരീശസ്യ മായിനാമഭിമോഹിനീം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തു നഃ. കാണപ്പെടുന്നതൊക്കെയും വിഷ്ണുമായയിൽ നിന്നുണ്ടായതാണ്. ജീവന് സംസാരത്തിനു കാരണം മായ തന്നെ എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പൊ മായാസ്വരൂപത്തെ അറിയാതെ അതിനെ കടക്കാൻ തരമില്ലല്ലോ. അതിനാൽ മായാസ്വരൂപത്തെ ഒന്ന് പറഞ്ഞു തരണം. എല്ലാറ്റിന്റെയും കാരണമായും സർവനേതാവായും ഇരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ മായ ബ്രഹ്മാദികളായ സർവദേവന്മാരെയും മോഹിപ്പിക്കുന്നുവല്ലോ. ആ മായയുടെ സ്വരൂപം എന്താണെന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉജ്ജന്മാരായ നിങ്ങള് അതിന് ഞങ്ങളോട് പറഞ്ഞു തരണമേ. നാനുതൃപ്യേജുഷൻ യുഷ്മത്വജോ ഹരികഥാമൃതം സംസാരതാപനിഷ്ടപ്തോ മർത്യസ്തത്താപഭേഷജം. നിങ്ങൾ ഉപദേശിക്കുന്ന വാക്കാകുന്ന അമൃതത്തെ പാനം ചെയ്തിട്ട് എനിക്ക് മതി എന്ന ഭാവം ഉള്ളിലുണ്ടാകുന്നില്ല, പറയാണ് നിമി മഹാരാജാവ്. സംസാരത്തിലുള്ള ആധ്യാത്മികാദി താപങ്ങളാൽ ഏറ്റവും തപിച്ചിരിക്കുന്നവനാണ് ഞാൻ. നിങ്ങളുടെ വാക്കോ ആ താപം ഇനിമേലുണ്ടാകാത്ത വിധത്തില് തീരെ നശിപ്പിക്കാൻ തക്ക സാമർഥ്യമുള്ള ആനന്ദാമൃത വർഷമാകണം എന്ന് തന്നെയല്ല
എപ്പോഴും മരണഭീതിയോടുകൂടി കാലം കഴിക്കുന്നവർക്ക് വിഷ്ണു കഥയാകുന്ന അമൃതത്തിന്റെ ആസ്പദമാകുന്ന നിങ്ങളുടെ വാക്ക് മരണഭീതി തീർക്കുന്ന ദിവ്യ ഔഷധമാകയാൽ കേട്ടിട്ടും കേട്ടിട്ടും തൃപ്തിയാകുന്നില്ല. അതിനാൽ ഇനിയും ഉപദേശിക്കണമേ. കേൾക്കുന്നവർക്കുള്ള സന്തോഷം പറയുന്നവരെ അറിയിക്കുന്നത് നല്ലതല്ലേ? അപ്പോഴല്ലേ പറയുന്നവരുടെ ഉത്സാഹം വർദ്ധിക്കുക. എന്ന് മാത്രമല്ല, ലൗകികമായ സുഖത്തെ വർദ്ധിപ്പിക്കുന്ന സംഭാഷണം കേൾക്കുമ്പോൾ കൂടി ജനങ്ങൾ ആനന്ദിക്കുക പതിവാണ്. അങ്ങനെ ഇരിക്കെ തലയിൽ തീപിടിച്ചവനെ പോലെ സംസാര ദുഃഖത്തിൽ സംതപ്തന്മാരായിരിക്കുന്ന നിമി മഹാരാജാവിനെ പോലെയുള്ള ഒരു വിവേകിക്ക് നവയോഗികളെ പോലെയുള്ള ഉത്തമ ആചാര്യന്മാരുടെ അലൗകികമായ ആത്മാനന്ദം പ്രകാശിപ്പിക്കുന്നതിന് അതിസാമർഥ്യമുള്ള ദിവ്യോപദേശം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ സാമർഥ്യമുള്ളവർക്ക് മനസ്സിലാവും അല്ലെ? ഹരികഥ എത്ര തന്നെ കേട്ടാലും തൃപ്തി വരാതിരിക്കുന്നത് ഭക്തിയുടെ ലക്ഷണമാണ്. ഹരികഥാശ്രവണം ഭക്തി വർദ്ധിപ്പിക്കാനും കാരണമായതുകൊണ്ട് എപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ പരമജ്ഞാനികളായ നവയോഗികളോട് നിമി രാജാവ് ഇങ്ങനെ വിനയത്തോടെ ചോദിച്ചപ്പോൾ അന്തരീക്ഷൻ എന്ന യോഗിയാണ് അതിന് മറുപടി പറഞ്ഞത്. അന്തരിക്ഷ ഉവാച ഭൂതാനി ഭൂതാത്മാ മഹാഭൂതേർമഹാഭുജ സസർജോച്ചാവജാനാദ്യ സ്വമാത്രാത്മപ്രസിദ്ധേ. അന്തരീക്ഷം പറഞ്ഞു, മായയുടെ ശക്തി ഇന്ന വിധാണെന്ന് ചിന്തിക്കാൻ കൂടി പ്രയാസം. പിന്നെ എങ്ങനെയാ അതിനെപ്പറ്റി പറയുക? സൃഷ്ടി മുതലായ മായാകാര്യങ്ങള് ഉണ്ടല്ലോ, അവയെ പറ്റി പറയാം. അപ്പോ കാരണമായ മായ സ്വരൂപം അറിയാൻ കഴിയും. സൃഷ്ടിയെ പറയുന്നത് ഒരു കൽപ്പത്തെ ആശ്രയിച്ചല്ലാതെ നിവൃത്തിയില്ല. കൽപ്പാരംഭത്തിലും കൽപ്പാനന്തരവും ഉള്ളവൻ ഭഗവാൻ. എല്ലാറ്റിനും കാരണമാകയാൽ കാര്യങ്ങൾ ഉണ്ടാകും മുമ്പ് തന്നെ ഭഗവാനുണ്ട്. അതുകൊണ്ട് ആദ്യനും എല്ലാം നടത്തുവാൻ ശക്തനുമായിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷാദി പ്രമാണ സിദ്ധങ്ങളായിരിക്കുന്ന ഭൂമി ആദി പഞ്ചഭൂതങ്ങളെ കൊണ്ട് ദേവൻ, മനുഷ്യൻ എന്നിങ്ങനെ പറയപ്പെടുന്ന ഉത്കൃഷ്ട നികൃഷ്ടങ്ങളായ നാനാവിധ ദേഹങ്ങളെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കാനുള്ള സാധനങ്ങളായ ഭൂതങ്ങള് ഭഗവാനെ കൂടാതെ വേറെ ഇല്ലാത്തതിനാൽ ഭഗവാൻ ഭൂതാത്മാവാകുന്നു. അതുകൊണ്ട് ഭൂതങ്ങൾ ഭഗവാനിൽ നിന്നും ഭിന്നങ്ങളല്ല. ഇങ്ങനെ സൃഷ്ടിക്കുന്നത് എന്തിനായിട്ടെന്നാൽ സ്വമാത്രാത്മപ്രസിദ്ധിക്കായിക്കൊണ്ട് തന്നെ. ജീവരൂപേണ സകല ശരീരങ്ങളിലും വസിക്കുന്ന തന്റെയും ശബ്ദാദി വിഷയങ്ങളുടെയും മോക്ഷത്തിന്റെയും പ്രസിദ്ധിക്കായിക്കൊണ്ട് തന്നെ. ജീവികളുടെ കർമ്മങ്ങള് ബഹുവിധങ്ങളായിരിക്കയാൽ അവരവരുടെ കർമാനുസരണം വിഷയസുഖത്തെയും മോക്ഷസുഖത്തെയും ജീവന്മാർക്കു നൽകാൻ വേണ്ടി സർവ നിയന്താവായ ഭഗവാൻ സൃഷ്ട്യാദിലീലകള് നടത്തുന്നു. തന്റെ അംശമായ ജീവന് ഉത്കൃഷ്ടമായിരിക്കുന്ന ഗതി, അതായത് തന്നോടുകൂടിയുള്ള ചേർച്ച സിദ്ധിക്കാൻ വേണ്ടി സൃഷ്ട്യാദിലീലകൾ ഈശ്വരൻ നടത്തുന്നു. അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് അംശം എന്നുള്ള വ്യവഹാരം ജീവാത്മാവിനെ കുറിച്ച് ചെയ്തിരിക്കുന്നത്. അംശം അംശി എന്ന ഭേദം ആത്മാവിലില്ല. ബിംബപ്രതിബിംബ ഭാവത്തെയും ഉപാധിഭേദ നിമിത്തം പ്രതിബിംബത്തിൽ കാണപ്പെടുന്ന ശുദ്ധി അശുദ്ധി ജ്ഞാന ഉത്കർഷ അപകർഷങ്ങള് എന്നിവ കാണിക്കാനാണ് ജീവൻ ആത്മാംശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.